ഗൈസ് നമ്മൾ എങ്ങോട്ടാ പോണേന്നറിയോ? യെസ് ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ബെൻടനെ വിളിക്കാൻ പോണെയാണ്. യെസ്, നമ്മുടെ ബെൻടന്റെ വീട്ടിലൂടെ നമുക്ക് നേരെ പറപ്പിച്ചങ്ങോട്ട് പോയേക്കാം. നമ്മുടെ ഈ ആർ സി കാർ പൊളിയാണ്. ആർ സി കാറാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മറിഞ്ഞു ഗൈസ്, അത് നമുക്ക് അങ്ങോട്ട് ശരിയാക്കി എടുക്കാം. അയ്യോ ഗൈസ്, ആർ സി കാർ അങ്ങോട്ട് കറങ്ങി കളിക്കണമല്ല. നമ്മുടെ ആർ സി കാർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബെൻടൻ ബോയിൻ്റെ വീട്ടിൽ പോവാം. നമ്മൾ ബെൻടൻ്റെ വീട്ടിൽ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെൻടൻ്റെ വീട്ടിൽ കൂടി നമുക്ക് അങ്ങോട്ട് കയറാം ഗൈസ്. ഇതാണ് നമ്മുടെ ബെൻടൻ്റെ വീട്. ബെൻടൻ ബ്രോൻ്റെ വീട്ടിലോട്ട് നമുക്ക് കയറിയിട്ട് അങ്ങോട്ട് ബെൻടനെ വിളിച്ചിട്ട് വരാം. ബെൻടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ട് കാർ പാർക്ക് ചെയ്തേക്കാം ഗൈസ്. ഗൈസ്, നമ്മുടെ ഈ ലൈറ്റ്നിങ് മിക്കും കാർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കണായിരുന്നടാ. അപ്പം നമുക്ക് പോവാം. ഓക്കേടാ, വേണ്ടാവാടാ, നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോവാം. സെറ്റ് പച്ച ഗൈസ്. ഈ ഡോറിമോൻ വന്നില്ലേ, അതൊന്നെങ്കിലും ആവട്ടെ ഗൈസ്. നമുക്കപ്പോൾ നേരെ കത്തിച്ചങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് വിട്ടേക്കാം. ഗൈസ്, നമ്മുടെ വെസ്റ്റീസിൻ്റെ വണ്ടിയാണ് ഗൈസ്, പോളി സാധനം അല്ലടാ. വേണ്ട, അതേടാ, ഞാൻ ഈ റെസ്റ്റീസിൻ്റെ ഈ ലൈറ്റ്നിങ് മിക്കും കാർ എനിക്ക് ഇഷ്ടപ്പെട്ട്. എടാ, എൻ്റെ കയ്യിലൊരു ജീപ്പ് വാംഗ്ലർ ഉണ്ട്, അത് നീ ഇതേപോലെ ഒന്ന് ആക്കി തന്നെ. ആടാ, അത് ഞാൻ ഇതേപോലെ നിനക്ക് ആക്കി തരാം ഗായ്സ്. അപ്പം നമ്മളാണെങ്കിൽ ഏകദേശം നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഫ്രാങ്ക്ലിനൊന്നും ഇല്ല. ഫ്രാങ്ക്ലിനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ആർ സി കാറങ്ങാട് ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ആർ സി കാർ ഗ്യാരേജിൽ പാർക്ക് ചെയ്യണം, പുറത്ത് പാർക്ക് ചെയ്യണം അറിയണം ഗൈസ്. നമുക്ക് അകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്യാം ഗൈസ്, അതായിരിക്കും നല്ലത്. എൻ്റെ ആർ സി കാർ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ ഡോർ കയറോ അറിയില്ല, എന്നാലും നോക്കാം ഡോർ കയറ്റാനായിട്ട്. ഗൈസ്, ആർ സി കാർ ആയതുകൊണ്ട് കയറി ഗൈസ്. നമ്മുടെ മുറിയിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ മുറിയിൽ എൻ്റെ ഈ ബെഡിൻ്റെ സൈഡിലായിട്ട് അങ്ങോട്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഞാൻ കിടക്കുന്ന ബെഡാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ബെഡിൻ്റെ സൈഡിൽ എൻ്റെ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ആർ സി കാർ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടേക്കാം ഗൈസ്. ഈ ആർ സി കാറിന് ഭയങ്കര പവറാണ് ഗൈസ്, അതാണ്. എടാ ബെണ്ടാ, നീ കാർഡ് എടുത്തില്ലടാ? ആടാ, ഞാൻ കാർഡ് എടുത്തടാ ഞാനേ. അപ്പോൾ കാർഡ് എടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് പണി കിട്ടിയാനല്ലേ? അതേടാ, കാർഡ് എടുത്തില്ലെങ്കിൽ ഭയങ്കര പണിയായനെ ഗായ്സ്. ഈ ബെണ്ടനാണെങ്കിൽ എവിടെയാണ് ഗൈസ്? ആ ബെണ്ട, വേഗം വാ, ഇവിടെ നമുക്ക് കളിക്കാം. കാർഡ് ഇട്ടോ? ഓക്കേടാ, ഫസ്റ്റ് നീ കളിച്ചോ. ഗായ്സ്, ഫസ്റ്റ് തന്നെ നമുക്ക് നെയ്മറിന്റെ കാണാൻ കിട്ടിയ മൈ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ. ഹി ഈസ് ദ ഗോഡ്. ഡിങ്കടിക്ക ഡിങ്കടിക്ക ഡിങ്കാല. നെയ്മറിന്റെ കാറിന് കിട്ടി. നെയ്മർ ഈസ് ദ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ഇൻ ദ വേൾഡ്. ഒന്ന് പോയാടാ ഷിൻജാനെ. മണ്ട ഷിൻജാനെ, ഞാൻ പറഞ്ഞില്ലേ നെയ്മറിനേലും കിടിലവേ നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ. My favorite football player is Cristiano Ronaldo. കണ്ട, റൊണാൾഡോ ഈസ് ദ ബെസ്റ്റ്. റൊണാൾഡോക്കാണ് ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ മിണ്ടാണ്ടിരുന്നു. എന്നെ പോയാടെ ഷിൻജാനെ ഡോറിമോനെ, നിങ്ങളുടെ രണ്ടുപേരുടെ ആൾക്കാരും കിടലയില്ലേ, എൻ്റെ ആളാണ് കേട്ടല്ല. ഈ എല്ലാ ആൾക്കാരെയും നല്ലത് എൻ്റെ സ്വന്തം മെസ്സി അണ്ണനാണ്. മെസ്സി അണ്ണനെ കളി കുറവാണെങ്കിലും ഗോള് കൂടുതലാണ്. റൊണാൾഡോനേലും കുറവ് ഗോളാണെങ്കിലും പക്ഷേ നമ്മുടെ സ്വന്തം മെസ്സി ഈസ് ദ ബെസ്റ്റ് ആൻഡ് മെസ്സി ഈസ് ദ ഗോഡ്. പിന്നെ എൻ്റെ സ്വന്തം മെസ്സിയാണ് നല്ലത്. മെസ്സിക്കില്ലേ ഒരു വേൾഡ് കപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കപ്പ് ഉണ്ടാടാ? ആടാ, എനിക്കൊരു കപ്പ് ഉണ്ടാ. എടാ ബെണ്ട, നിനക്ക് കപ്പ് ഉണ്ടല്ലേ? നീ ആരാണ്? ഏത് ഫാനാണ്? ഞാന് എൻ്റെ സ്വന്തം കിലിയൻ എംബാപ്പെ. അയ്യേ, എംബാപ്പയാ? പിന്നെ എംബാപ്പയാണ് ഏറ്റവും സൂപ്പർ. അത്രക്കായാളാ? നിന്റെ മെസ്സിക്ക്, നെയ്മറിന്, എല്ലാവർക്കും എത്ര വേൾഡ് കപ്പ് ഉണ്ടാ?
എൻ്റെ എംബാപ്പയ്ക്കില്ലേ ഒരു വേൾഡ് കപ്പ് കൊണ്ടുവരാ 17 പ്ലസ് ട്രോഫീസ് ഉണ്ട്, 340 ഗോൾ കൊണ്ടുവരാ. എംബാപ്പ ചെറിയ പ്രായത്തില് എത്ര ഗോൾ അടിച്ചെന്ന് നീ കണ്ടില്ലേടാ? ഒരു വേൾഡ് കപ്പ് ഒരു എംബാപ്പ ഞങ്ങളുടെ സിറ്റിക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ടാ. പിന്നെ എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് ഉണ്ടാ. അത്രക്കായാ ഞങ്ങളുടെ മെസ്സിക്ക് 860 ഗോളുണ്ട്. ആഹാ അത്രക്കായാ നിങ്ങൾക്ക്? എടാ ഞാനേ എൻ്റെ സ്വന്തം റൊണാൾഡോക്കില്ലേ 910 ഗോളുണ്ടാ. അതെ ആവറേജ് നിലവാരം നോക്കുകയാണെങ്കിലേ മെസ്സിക്കാണ് ഗോള് കൂടുതൽ. കാരണം മെസ്സിക്ക് കളി കുറവാണ്. റൊണാൾഡോ കുറേ കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ഗോൾ നേടിയത്. എൻ്റെ മെസ്സി ഈസ് ദ റിയൽ ഗോഡ്. പിന്നെ എൻ്റെ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് ഉണ്ട്, 8 ബൂട്ടും ഉണ്ട്. പിന്നെ എന്താണ് 45 ഗോള് അല്ല 45 ട്രോഫീസ് ഉണ്ട്, 8 ബാലൻഡിയർ ഉണ്ടാ. നിനക്കൊക്കെ എത്ര ബാലൻഡിയർ ഉണ്ടാ? എത്ര ബാലൻഡിയർ ഉണ്ടാ? അത്രക്കായ എൻ്റെ എംബാപ്പയ്ക്ക് എത്ര ബാലൻഡിയർ ഉണ്ടെന്ന് കേട്ടാൽ നീ ഞെട്ടും. 17 പ്ലസ് ട്രോഫീസ് ഉണ്ട്, ബാലൻഡിയർ അല്ല. പക്ഷെ കേട്ടാ എന്തുകൊണ്ട് നോക്കുമ്പോഴും എൻ്റെ സ്വന്തം മെസ്സി ഈസ് ദ ബെസ്റ്റ്. മെസ്സി ഈസ് ദ റിയൽ ഗോഡ്. അത്രക്കായടാ. എൻ്റെ സ്വന്തം നെയ്മറിനെ 440 ഗോളുണ്ടാ. നെയ്മറിനെ വേൾഡ് കപ്പ് കിട്ടാണ്ട് പോയത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നെയ്മറിന് കുറെ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗോള് കുറവും ഇതൊക്കെ എല്ലാം വേൾഡ് കപ്പ് ഒന്നും ഇല്ലാത്തത്. നെയ്മർ കളിക്കിടയില്ലേ മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എന്നെപ്പോലെ ഇങ്ങനെ പാസ് കൊടുത്തത് മറ്റുള്ളവരെ വെച്ചാണ് ഗോൾ എടുപ്പിക്കുന്നത്. നിനക്കൊക്കെ നെയ്മറിന്റെ ഫ്ലിക്കപ്പ് കണ്ടിട്ടുണ്ട്? അത് ഇതേപോലെ അങ്ങോട്ട് ഫ്ലിക്കപ്പ് ചെയ്യും. നെയ്മർ ഇസ് ദ ബെസ്റ്റ്. നെയ്മറിന്റെ ഫ്രീ സ്റ്റൈൽ സ്കിൽസ് ഒക്കെ എന്താ നിങ്ങളുടെ അവന്മാർക്ക് ഉണ്ടാ. എൻ്റെ നെയ്മറാണ് ബെസ്റ്റ്. നെയ്മറിനല്ലേ 28 പ്ലസ് ട്രോഫീസ് ഉണ്ടാ. നിങ്ങളെയൊക്കെ പൊട്ടിച്ചിട്ട് നെയ്മർ ഇറങ്ങിയിട്ടുണ്ട്. അത്രയും കാണാ ഞാൻ. എൻ്റെ CR7 ല്ലേ 5 വാലണ്ടിയറും 35 പ്ലസ് ട്രോഫീസ് ഉണ്ടാ. എടാ എന്തുകൊണ്ടും ബെസ്റ്റ് എൻ്റെ നെയ്മറാണ്. ഒന്ന് പോയേടാ. ഒറിജിനൽ ഗോട്ടില്ലേ എൻ്റെ സ്വന്തം മെസ്സിയാണ്. പിഞ്ചാൻ്റെ മെസ്സി ഈസ് ദ ബെസ്റ്റ്. എടാ പിഞ്ചാനെ നിന്റെ മെസ്സി ഈസ് ദ ബെസ്റ്റ് എന്ന് മെസ്സിക്ക് എന്തൊക്കെ ഉണ്ടാ? മെസ്സിക്ക് 860 ഗോൾ കൊണ്ട് ഒരു വേൾഡ് കപ്പ് കൊണ്ട് 8 എന്താണ് ബാലൻഡിയർ ഉണ്ട്, ഒരു ഗോൾഡൻ ബൂട്ട് ഉണ്ട്, 45 പ്ലസ് ട്രോഫീസ് ഉണ്ടാ. അവിടെ മിണ്ടാണ്ടിരുന്നോ? നീയൊക്കെ പോയടാ. ഇത്തവണത്തെ വേൾഡ് കപ്പ് മെസ്സി തൂക്കി ഇല്ലടാ. എൻ്റെ സ്വന്തം നെയ്മറാടാ വേൾഡ് കപ്പ് തൂക്കിയത്. എന്നെ പോയാടാ ഞാൻ. വേൾഡ് കപ്പ് നെയ്മറൊന്നും അല്ല തൂക്കിയേക്കണ, ക്രിസ്ത്യാനോ റൊണാൾഡോ സൂയാണ് തൂക്കിയേക്കണ. എംബാപ്പ അടുത്തണത്തെ വേൾഡ് കപ്പ് തൂക്കിയേക്കണ. എംബാപ്പയ്ക്ക് ഒരു വേൾഡ് കപ്പ് ഉണ്ട്, ഇനി 2 വേൾഡ് കപ്പ് ആവുമ്പോഴേ എംബാപ്പ ഈസ് ദ ബെസ്റ്റ്. ഗായ്സ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പുതിയൊരു